അതെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമസ്കാരക്കാർ 4-5 ഇനമാണെന്ന് ഓഹരി വെച്ചുകൊണ്ട് സംസാരിക്കവേ അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തെ ഇനം അല്ലാലിമു ലിനഫ്സി, സ്വശരീരത്തെ ദ്രോഹിക്കുന്ന ആക്രമിക്കുന്ന വിഭാഗം. അതെങ്ങനെയാണ്? ഒന്ന് പിടിക്കേണ്ടതുപോലെ പിടിക്കുകയില്ല, അപ്രകാരം തന്നെ കൃത്യമായ സമയത്ത് നമസ്കരിക്കുകയില്ല, നമസ്കാരത്തിന്റെ വിധി വിലക്കുകൾ പാലിക്കുകയില്ല, അതിന്റെ അർക്കാനുകൾ പാലിക്കുകയില്ല, എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ള രൂപത്തിൽ. ഹൈവേ റോട്ടിൽ കൂടി പോകുന്നതായ വണ്ടി ഓടും പോലെ ചില ആൾക്കാർ നമസ്കാരം നമ്മള് എന്തെങ്കിലും പറഞ്ഞ് 2 പറഞ്ഞു 3-ാമത് പറയുമ്പോൾ 4 റക്അത്ത് പൂർത്തിയാക്കി കളഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞു, അത് മുനാഫിഖിന്റെ നമസ്കാരമാണ്. പിന്തിപ്പിച്ച മഗ്രിബ് വരെ, മഗ്രിബിനോട് അടുക്കുന്ന സമയത്ത് പിശാച് ഇവരെ എനിക്കാണ് പൂജിക്കുന്നത് എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ അവരെന്ത് ചെയ്യും? അവർ പെട്ടെന്ന് 4 റക്അത്ത് അടങ്ങി പാർക്കാതെ, ഭക്തിയില്ലാതെ, ഖുശൂ ഇല്ലാതെ, ഖുദൂ ഇല്ലാതെ ചെയ്യുന്നു. ഇത് കാപട്യത്തിന്റെ മുനാഫിഖീങ്ങളുടെ നമസ്കാരമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയുള്ള പെട്ടെന്നുള്ള നമസ്കാരം മുനാഫിഖീങ്ങളുടെ നമസ്കാരമാണെന്ന് റസൂൽ പറയുന്നു. ആദ്യത്തെ ഇനം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, നമസ്കരിക്കുന്നവൻ നമസ്കാരത്തിലൂടെ അള്ളാഹ് അംഗീകരിക്കുന്ന നമസ്കാരമല്ല, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മീതെ കയറുന്ന നമസ്കാരമല്ല. ആ ഇനത്തിൽ നമ്മുടെ നമസ്കാരത്തെ അള്ളാഹ് പെടുത്താതിരിക്കട്ടെ. ശ്രദ്ധിക്കണം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ശൈലികളൊക്കെ കഴിവിന്റെ പരമാവധി പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വിഭാഗം അദ്ദേഹം നേരത്തെ പറഞ്ഞ രൂപത്തിലല്ല. പിന്നെയോ നമസ്കാരത്തിന്റെ വിധി വിലക്കുകളൊക്കെ സംരക്ഷിച്ചു. അദ്ദേഹം ഒതു പിടിക്കേണ്ടതുപോലെ പിടിച്ചു. പക്ഷേ അദ്ദേഹം മുജാഹദത്തുൻ നഫ്സ് നടത്തിയില്ല. ശരിക്കും ഒതുവൊക്കെ പിടിച്ചിട്ടുണ്ട്, ശരിക്ക് ഫർളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം സാന്നിധ്യം ഇല്ല, റബ്ബിന്റെ മുമ്പിലേക്കല്ല. നിസ്കാരത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ശമ്പളത്തെ ഇങ്ങനെ മൂപ്പര് ഡിവൈഡ് ചെയ്യായിരുന്നു. എന്തൊക്കെ കാട്ടണം ഈ ശമ്പളം കൊണ്ട്? ഉദാഹരണം മാത്രട്ടാ. നമുക്കൊരു വീട് കെട്ടണം, ഒരു പാലസ് കെട്ടണം, അതൊക്കെ ചിന്തിക്കുകയായിരുന്നു. നാട്ടിലേക്ക് ഇത്ര അയച്ചു കൊടുക്കണം, ഇത്ര ഞാൻ ഉപയോഗിക്കണം, ഇതൊക്കെ കണക്കൂട്ടലായിരിക്കും. മുജാഹദത്തുൻ നഫ്സ് അത് കാരണത്താൽ അദ്ദേഹം വസ്വാസിൽ അല്ലെങ്കിൽ ഭൗതിക ചിന്തകളിൽ പിടിപെടും. അതുകൊണ്ട് കാരണത്താൽ അദ്ദേഹം ഖുശൂഉം ഖുദൂഉം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും. ആദ്യം പറഞ്ഞ വിഭാഗം മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഹാദാ മുആഖബ്, നമസ്കാരത്തിലൂടെ ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ്. കാപട്യത്തിന്റെ ഉടമകളുടെ സ്വഭാവമാകുന്ന നമസ്കാരം. നമസ്കാര കള്ളൻ, ശരിക്ക് സുജൂദില്ല. നമ്മുടെ ഖൗമിൽ വ്യാപകമാണ്. കേരളീയരിലല്ല, ഇന്ത്യക്കാരിൽ വടക്കേ ഇന്ത്യൻ ഭാഗത്തുനിന്ന് വരുന്നവർ, അപ്രകാരം തന്നെ ഹനഫി മദ്ഹബിന്റെ ഉടമകളാണെന്ന് വാദിക്കുന്നവർ. ഇമാം അബൂ ഹനീഫയായിട്ട് ഒരു ബന്ധമില്ല കേട്ടാ. എന്താണത്? കോഴി ഗോതമ്പ് നിന്നത് പോലെ സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ ഒരോട്ടം. അതുപോലെ തന്നെ 2 സുജൂദിന്റെ ഇടയിൽ എത്തുന്നതിന് മുമ്പ് പോയി കളഞ്ഞു. അങ്ങനെ കാണാറില്ലേ? പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരും അപ്രകാരം വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരൊക്കെ ആ സൈസിൽ കാണും. അവൾ ഇത് പൂർത്തിയാക്കാത്ത രൂപത്തിൽ നമസ്കാര കള്ളന്മാരുടെ ശൈലിയിൽപ്പെട്ടതാണത്. രണ്ടാമത്തെ ഇനം വസ്വാസിൽ പിടിപെട്ടവര്, ഖുശൂഉം ഖുദൂഉം ഇല്ലാത്തവര്. ഇങ്ങനെയുള്ള ആദ്യത്തെ വിഭാഗം ശിക്ഷിക്കപ്പെടുമെന്ന് നാം പഠിച്ചു അല്ലെ. രണ്ടാമത്തെ വിഭാഗം ഫമുഹാസബുൻ, അയാൾക്ക് വിചാരണ ഉണ്ടാവും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നീ നമസ്കരിച്ച നമസ്കാരത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, ഭക്തി എന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന പേരിൽ എന്തുണ്ടാകും? വിചാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു, ഖുശൂഅ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഈ വിധിവിലക്കുകൾ പറയുമ്പോൾ ആവേശം ഉണ്ടാവില്ല, ഓർക്കൊക്കെ വരും, എനിക്കറിയാം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിൽ ഖുശൂഅ് ഖുദൂഅ് എന്നത്, ഭക്തിയോട് കൂടി നമസ്കരിക്കുക എന്നത് വാജിബാണെന്ന് പറഞ്ഞവർ നമ്മുടെ ഇമാമുകളിലുണ്ട്. വാജിബാണ് എന്ന് പറഞ്ഞവർ നമ്മുടെ ഇമാമുകളിലുണ്ട്. മൂന്നാമത്തെ ഇനം മഹാനായ ഇബ്നുൽ ഖയ്യിം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഏത് ഇനത്തിൽപ്പെട്ട ആളാണ് ഞാനും നിങ്ങളും എന്നത് ഓരോരുത്തർ ഓർക്കുക. ഹാഫിളുൻ അലാ സലാത്തിഹി, അവന്റെ നമസ്കാരത്തിൽ അവൻ ശ്രദ്ധ ചെലുത്തും. ശൈത്താൻ, പിശാചിന്റെ വസ്വാസ് കടക്കുന്നതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിശാചേ
ഏറ്റവും ദേഷ്യം കഴിഞ്ഞ ഉച്ചക്കുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ പിശാചിന് ഏറ്റവും വലിയ കോപം അവൻ ഇവിടെ അള്ളാഹുവിന്റെ അടിമകൾ സുജൂദ് ചെയ്യുന്ന കാണുമ്പോഴാണ്. ഏറ്റവും വെറുപ്പ്, അറുപ്പ്, കോപം അവൻ ഉണ്ടാവില്ല അപ്പോഴാണ്. എന്തുകൊണ്ട്? ഒരു സുജൂദ് ഒഴിവാക്കിയത് കൊണ്ടല്ലേ അവിടുന്ന് മൂപ്പനെ തള്ളപ്പെട്ടത്. അതുകൊണ്ട് ഈ സുജൂദ് ചെയ്യുന്ന കണ്ടൂടാ. ഈ കൂട്ടർ എത്ര സുജൂദ ചെയ്ത് കൂട്ടുന്നത്. ഈ സുജൂദിലൂടെ അവര് ഓരോ സുജൂദിലൂടെ ഓരോ ഗ്രേഡ് ഇങ്ങനെ അവർക്ക് പൊങ്ങല്ലേ. ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പിശാചിന്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ റജിലിനെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവൻ അവന്റെ പട്ടാളത്തെ, അവൻ അവന്റെ കഴിവിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആദമിന്റെ സന്തതി നമസ്കരിക്കുന്ന നമസ്കാരത്തെ അത് വസ്വാസിലൂടെയോ അത് വേറെ ഏതെങ്കിലും രൂപത്തിലോ അത് ഖുശൂ ഇല്ലാത്ത രൂപത്തിലോ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടുപെടുന്നതാണ്, പരിശ്രമിക്കുന്നതാണ്. അപ്പോഴോ നമസ്കാരം അവസാനിക്കുമ്പോൾ അള്ളാഹുലേക്ക് കയറുന്നതിന് പകരം, വാനലോകത്തിലേക്ക് കയറുന്നതിന് പകരം എന്താണ് സംഭവിക്കുക? പഴയ വസ്ത്രത്തെ, പഴയ തുണിയെ ചുരുട്ടി വലിച്ചെറിയുന്നത് പോലെ അവിടെ നിന്ന് ആ നമസ്കാരത്തിന് വലിച്ചെറിയപ്പെടുന്നതുമാണ്, സ്വീകരിക്കപ്പെടുന്നതല്ല. അള്ളാഹിന്റെ അടുക്കൽ ഇലൈഹി നാം പഠിച്ചു യസ്അദുൽ കലിമുത് തയ്യിബു, നല്ലതായ വാക്കുകൾ, നല്ല നല്ല മെച്ചപ്പെട്ട കലിമത്ത് തൗഹീദ് പോലത്തെ വാക്കുകളാണ് അള്ളാഹിലേക്ക് കയറുക. സൽക്കർമ്മങ്ങൾ ഇവിടുന്ന് ചെയ്താൽ അതും അള്ളാഹിലേക്ക് കയറും. ഖുർആനാണ്. അപ്പോൾ നാം നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാഹിലേക്ക് കയറുന്നതായി മാറാതിരിക്കാൻ വേണ്ടി പിശാച് പാടുപെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നത് നാം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നാം പാടുപെടണം എന്നതാണ് പറഞ്ഞു വന്നത്. എന്നാൽ മൂന്നാമത്തെ ഇനക്കാരൻ അങ്ങനെ പാടുപെട്ട ആളാണ്. മൂന്നാമത്തെ ഇനക്കാരൻ അങ്ങനെ പാടുപെട്ട ആളാണ്. ഈയിടെ ഒരു സഹോദരനോട് പറഞ്ഞു, മലയാളിയാണ്, കൃത്യമായിട്ട് മേരിഡിയൻ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അവിടെ സമ്മേളനത്തിന് പോയപ്പോൾ ഒരു മലയാളി എന്നോട് പറഞ്ഞു, മൗലവി ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? നമസ്കരിക്കാൻ നിന്നാൽ ഖുശൂ കിട്ടുന്നില്ല, എന്താണ് ഞാൻ കാട്ടേണ്ടത്? നമസ്കാരത്തിന് അള്ളാഹിന്റെ മുമ്പിൽ നിന്നാൽ ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ പറ്റുന്നില്ല. അവിടെ എന്താണ് പ്രതിവിധി? ആദ്യമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. കാരണം അള്ളാഹു ഈ പിശാചാണല്ലോ, മനസ്സിലാവാൻ വേണ്ടി മാത്രട്ടാ, പിശാചാണല്ലോ നമ്മെ വഴിപഴപ്പിക്കുന്ന ആള് അല്ലേ? നാം ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് അള്ളാഹിനോട് തുല്യപ്പെടുത്താനല്ല കേട്ടാ. വലില്ലാഹിൽ മസലുൽ അലാ, അള്ളാഹുവിനുള്ളതായ മസല് അത് ആരോടും എപ്പോഴും എവിടെയും എന്തിനോടും തുല്യപ്പെടുത്താൻ പറ്റുന്നതേ അല്ല. തുല്യപ്പെടുത്തുന്നത് കൊണ്ടല്ല, പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഉദാഹരണം, നാം ഒരു തോട്ടത്തിലേക്ക് ചെന്നു, മഹാതോട്ടം, അവിടെ കാവൽ ഭടന്മാരൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം കാവൽ ഭടന്മാരൊക്കെ ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അകത്ത് കിടക്കാൻ അനുവദിച്ചെങ്കിലും അവിടെ ഒരു കാവൽ നായയുണ്ട്. മൂപ്പര് മിണ്ടാതിരിക്കുന്നില്ല, മൂപ്പര് കൊരയോട് കൊര. മൂപ്പര് നമ്മെ അങ്ങോട്ട് കടത്താൻ വിടുന്നില്ല. എന്താ നാം കാട്ടാ? ഏറ്റവും നല്ല മാർഗം എന്താണ്? ആ നായയുടെ ഉടമയെ വിളിക്കുക, അയാൾക്കേ സാധിക്കുള്ളൂ അല്ലേ? നായയുടെ ഉടമയ്ക്ക് നായ കൊടുത്തതായ താലീമാണ്, ട്രെയിനിങ് ആണ്. എന്ത്? ഇവിടെ ആരെയും കടത്തരുത് എന്നത്. അതനുസരിച്ചിട്ടാണ് അന്യൻ വരുമ്പോൾ നായ കുരക്കുന്നതല്ലേ? അപ്പോൾ നായയുടെ കുര നിർത്താൻ ഏറ്റവും നല്ല ശൈലി എന്താണ്? അതിന്റെ ഉടമയെ വിളിച്ചിട്ട്, അപ്പോൾ ഉടമ വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ നായ ഓടൂലേ? അറിയില്ലേ അല്ലേ? നായയെ ആ തോട്ടത്തിന്റെ ഓണർ വന്നിട്ട് അവിടുന്ന് ആട്ടിയാൽ നായ ഉടനെ തന്നെ പോയി. പക്ഷെ നിന്നെ കാണുമ്പോഴാണ് കുരയ്ക്കുന്നത് അല്ലേ? നിന്നെ കാണുമ്പോഴാണ് കുരയ്ക്കുന്നത്. അപ്പോൾ നാം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നതായ നായയായ പിശാചുണ്ടല്ലോ, ആ നായയായ പിശാചിനെ നാം ആട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് വിജയിച്ചില്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണ്? ആ പിശാചിന്റെയും എന്റെയും നിന്റെയും ഖാലിഖായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനോട് ഗണപേക്ഷിക്കുക, റബ്ബേ ഖുശൂഅോടെ ഖുദൂഅോടെ ഭക്തിയോടെ നമസ്കരിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ രക്ഷിതാവേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സാധിക്കും, ഇല്ലെങ്കിൽ സാധിക്കൂല. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട മാർഗം. രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് അശാന്ത പരിശ്രമം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. പിശാച് വെടക്ക സാധനാണ്. പിശാച്
വിടക്ക് സാധനം ഇഷ്ടപ്പെടുന്ന ആളാണ് പിശാച്ച്. അവന്റെ താമസ കേന്ദ്രം തന്നെ കക്കൂസ് പോലത്തെ സ്ഥലത്ത്, അഴുക്കുള്ള സ്ഥലത്ത്, അഴുക്കുള്ള സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ അഴുക്കുള്ള സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങളുള്ള സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ അശ്ലീലങ്ങൾ കാണുന്ന സ്ഥലത്ത്, അവിടെയെല്ലാമാണ് ആരുണ്ടാവുക? പിശാചുണ്ടാവുക. അപ്പോൾ ശുദ്ധരിൽ ശുദ്ധരായി റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുന്നതായ ആ ശുദ്ധാത്മാക്കളുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടെ അവനെന്തില്ല? സീറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ ഓടുന്ന രംഗമാണത്. അവൻ ബാങ്ക് കേൾക്കുമ്പോൾ ഓടും, വടക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട്. അവൻ തക്ബീറത്തുൽ ഇഹ്റാം കേൾക്കുമ്പോൾ ഓടും, വടക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട്. അവന്റെ റന്നെ കുറിച്ച് ഹദീസിൽ കാണാവുന്നതാണ്. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചിട്ട് മക്കാ റിപ്പബ്ലിക് നടത്തിയ ദിവസത്തിൽ മഹാശബ്ദ കോലാലമുണ്ടാക്കി. ചിട്ടികൾ കേൾക്കുകയില്ല ശബ്ദം. ഏത് മനുഷ്യന്മാർ കേൾക്കുകയില്ല. പിശാചിന്റെ ശബ്ദ കോലാലം. എന്തുകൊണ്ടാണ്? ആ പ്രയാസത്തിന്റെ കടുപ്പം കൊണ്ട്. അതെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി മദീനയിലേക്ക് വരാൻ വേണ്ടി പ്ലാനിട്ട ദിവസമുണ്ടല്ലോ, അവിടെ എഗ്രിമെന്റ് നടന്ന ദിവസമുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചല്ലോ. 11, 12, 13 വർഷങ്ങളിലായിട്ട് ഈ നുബുവത്തിന്റെ 11, 12, 13 വർഷങ്ങളിലായിട്ട് മദീനക്കാരുമായിട്ട് റസൂൽ കണ്ടുമുട്ടി. അതിനിടയ്ക്ക് റസൂൽ ബൈഅത്ത് ചെയ്തു. മദീനയിലേക്ക് റസൂൽ വരാൻ പ്ലാനിട്ടു. അല്ലേ, റസൂല് മദീനയിലേക്ക് വരാൻ പ്ലാനിട്ടു. ഈ ബൈഅത്ത് നടന്നപ്പോൾ പിശാച് അവിടുന്ന് അഖബയിലെ പാമ്പ്, അഖബയിലെ പിശാച് ശബ്ദിച്ചു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവന്റെ റൺ അവിടെ ഉണ്ടായി. പ്രയാസം കൊണ്ടുള്ള സൈറൺ, പൈശാചിക സൈറൺ കൂടി കൂകിയെന്നാണ്. മനസ്സിലായില്ലേ? അതുപോലെ പൈശാചിക സൈറൺ കൂകുന്നതായ സമയമാണ്. മുഅ്മിൻ മുസ്ലിം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറുദ്ദീൻ ചൊല്ലിയും കൊണ്ട് ഖുശൂഅോടെ ഖുദൂഅോടെ ഭക്തിയോടെ രോമാഞ്ചത്തോടെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീര് ധാരധാരാക്കി ഒലിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ നിൽക്കുമ്പോൾ അവൻ കൂകും. അവന്റെ ബാക്കിൽ നിന്നിട്ട് വിടക്ക് ശബ്ദമുണ്ടാകും. എന്നിട്ട് അവൻ ഓടുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, ഇനി നാം അതിനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്താൽ എന്ത് സംഭവിക്കുക? അവന്റെ സ്വഭാവമാണ് എന്ത്? വെടക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേൾക്കുക, ശ്രദ്ധിക്കുക. ക്ഷണം വരുന്നുണ്ടോ? പിശാചിന് ഖുശൂഉം ഖുദൂഉം വേണ്ടാന്ന് വെച്ചിട്ട് നാം വിട്ടുകൊടുത്താൽ ഇവിടെ ചൊറിഞ്ഞ്, ഇവിടെ പല ചൊറിയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കൈ പോവാ. എന്താ സാധനം? എന്താണ്? എല്ലാ സമയത്തൊന്നും ചൊറിച്ചലില്ല. നോക്കൂ, നിങ്ങളൊക്കെ ചൊറിയുന്നുണ്ടാ? ആരും ചൊറിയുന്നില്ല. എത്ര സൗകര്യത്തിലിരിക്കുന്നത്, ഒരു പ്രയാസമില്ല. ഇവിടെ ചൊറി, ഇവിടെ അനക്കം, ഇവിടെ ചലനം. എന്താ പ്രശ്നം? പിശാച് ഇങ്ങനെ എങ്ങനെയെങ്കിലും അവന്റെ നമസ്കാരം നഷ്ടപ്പെടുത്തണമെന്ന പരിശ്രമം നടത്താണ്. അവന്റെ ലക്ഷ്യം തന്നെ, അവന്റെ പാർപ്പിടം തന്നെ, അവന്റെ ഇരിപ്പിടം തന്നെ എവിടെയാണ്? വടക്ക് സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരുടെ കൈയൊക്കെ വടക്ക് സ്ഥലങ്ങളിലേക്ക് ചെല്ലും. ഇരിച്ചലും ചൊറിച്ചലൊക്കെ അവിടെയാ വരാം. എപ്പോൾ നാം അവന് കീഴടങ്ങിക്കൊടുത്താൽ. ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്ക് എടുപ്പിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടില്ലേ? സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്തറഹും ശാകിരീൻ. ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലും, വലത് ഭാഗത്ത് ചെല്ലും, ഇടത് ഭാഗത്ത് ചെല്ലും, പിൻഭാഗത്തിൽ ചെല്ലും. ഞാൻ അവരെ നിനക്ക് നന്ദിയുള്ളവരാക്കി എത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കുമെന്ന് അവൻ അവിടെ നിന്ന് പണ്ട് തന്നെ വാഗ്ദാനം ചെയ്തതാണ്, വരുന്നതിന് മുമ്പ് തന്നെ. അവന്റെ കുതന്ത്ര മന്ത്ര തന്ത്രം നാം താഴ്ന്നു കൊടുത്താൽ, അല്ലെങ്കിലോ ഇന്ന കൈദ ശൈത്താനി കാന ദഈഫാ. പിശാചിന്റെ കുതന്ത്ര മന്ത്രതന്ത്രം വളരെ ശേഷികെട്ടതാണ്. സത്യവിശ്വാസിയുടെ മുമ്പിൽ നാം ഒന്ന് ആ കരുത്തോടുകൂടി നിന്നുകൊടുക്കുക. അനങ്ങൂല എന്ന് വെച്ചാൽ, ഇപ്പോഴൊക്കെ മൊബൈലിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും മറുപടി പറഞ്ഞു നോക്കുമോ എന്ന് തോന്നാണ് ചില ആൾക്കാർക്ക്. മൊബൈൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് മൊബൈലോടൊക്കെ കളിക്കുക, ആരാണ് വിളിച്ചെന്നൊക്കെ നോക്കുക, എന്നിട്ട് നിസ്കരിക്കുകയാണ്. റബ്ബിന്റെ മുമ്പിലാണിത്, റബ്ബിന്റെ മുമ്പിലാണ് ഈ കാട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അതെ, അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗമാണ് പറഞ്ഞു വരുന്നത്. ദൈനംദിനം നമുക്ക് അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. ദൈനംദിനം റബ്ബിന്റെ മുമ്പിൽ നാം ആണല്ലോ. നിൽക്കുന്ന വേളയിൽ പാലിക്കേണ്ട മര്യാദകളാണ് എന്ന് മാത്രമല്ല, നിർബന്ധ ബാധ്യതകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതെ, ഇങ്ങനെ പൈശാചിക ശല്യത്തെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മുജാഹദത്ത് നടത്തുന്നുണ്ട്.
നമസ്കാരത്തിൽ ചെയ്യേണ്ട ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഫഹുവ ഫീ സലാത്തിൻ വ ജിഹാദ്, അവൻ നമസ്കാരത്തിലാണ്, അതേ സമയത്തിൽ ജിഹാദിൽ കൂടിയാണ്. വഹുവ മുകഫറുൻ അൻഹു, അങ്ങനെ നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തിലൂടെ അള്ളാഹു അവന്റെ പാപങ്ങൾക്ക് ദോഷങ്ങൾക്ക് മോചനം നൽകുന്നതാണ്. നിസ്കരിക്കലോടുകൂടി റസൂൽ പറഞ്ഞ മാതിരി 5 നേരത്ത് ഉദു പിടിക്കേണ്ടത് പോലെ ഉദു പിടിച്ചാൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങൾ അതിലൂടെ കഴുകി ശുദ്ധീകരിച്ചു. അസ്സലവാത്തുൽ ഖംസ്, 5 വക്ത് നമസ്കാരം, മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അവകൾക്കിടയിലുള്ളതായ ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്ന, പുറത്തു കിട്ടാനുള്ളതായ മാധ്യമമാണ്, വഴിയാണ്, ഫോൺ വഴിയാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരന്മാരെ, 4-ാമത്തെ ഇനം നേരത്തെ പറഞ്ഞതായ പ്രത്യേകതകൾ ഉള്ളതോടുകൂടി അവന്റെ ഹൃദയം നമസ്കാര പ്രശ്നത്തിൽ റബ്ബിന്റെ ഉബൂദിയത്തിൽ മുഴുകി കിടക്കുന്ന വിഭാഗമാണ്. ആ വിഭാഗം അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതോടുകൂടി അവൻ ചെയ്യുന്ന അമൽ പ്രതിഫലവും കിട്ടും. അഥവാ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാനിത് അള്ളാഹ്ക്കുള്ളതായ ആരാധന മാത്രമാണ് നൽകുന്നത്, ഇത് ശിട്ടികളോട് ഒഴിവായി ശിട്ടാവിനോടുള്ളതായ ആ സ്പെഷ്യൽ ബന്ധം ഞാൻ പുലർത്തുന്നതാണ് ഇതിലൂടെ എന്ന് പറഞ്ഞെന്ന ആ വിശ്വാസത്തോടു കൂടി അതൊന്നുകൂടി കൂട്ടിച്ചേർത്ത് മൂപ്പര് മറ്റ് മുമ്പ് ചെയ്ത പിശാച് വരാതിരിക്കാൻ, ചൊറിയാതിരിക്കാൻ, വസ്വാസില്ലാതിരിക്കാൻ പരിശ്രമിച്ച പരിശ്രമം മാത്രമാണ് നാം 3-ാമത്തെ ഇനത്തിൽ കണ്ടത്. ഇവിടെ കൂടെയുണ്ട്, കൂടുതലുണ്ട്. റബ്ബിനുള്ള ആരാധനയാണ്, റബ്ബ് കൽപ്പിച്ച കൽപ്പനയാണ്, ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാകും എന്ന പരിശ്രമം, എന്ന ചിന്ത, എന്ന ബോധം അവന്റെ ഹൃദയത്തിലുണ്ട്. അത് 4-ാമത്തെ ഇനമാണ്. വഹാദാ മുസാബ്, ഇദ്ദേഹത്തിന് നമസ്കാരത്തിന് കുറ്റങ്ങൾ പൊറുക്കപ്പെടുന്നതോടൊപ്പം പ്രതിഫലം ലഭിക്കപ്പെടുകയും ചെയ്യും. 5-ാമത്തെ ഇനം, അത് അവസാനത്തെ ഇനമാണ്. 5-ാമത്തെ വിഭാഗം അത് സിദ്ദീഖീങ്ങളുടെ നമസ്കാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇബ്നുൽ ഖയ്യിം അത് പറഞ്ഞിട്ടില്ല. അതിന്റെ കോലം എങ്ങനെയാണ്? ഒതു പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ തന്നെ ഭക്തി ആരംഭിക്കും. നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ ആള് മാറും. അതൊക്കെ നാം സഹാബാക്കളിൽ കാണാറുള്ളതാണ്. താബീങ്ങളിലും കണ്ടിട്ടുണ്ട്. നാം പഠിച്ചിട്ടില്ലേ? ഇയാളുടെ ഒരു തോട്ടത്തിന്റെ ഉടമയെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ടല്ലോ. എറുവ അല്ലെ? എറുവ, അയാൾ താബിഇയാണ്. എറുവ എന്ന് പറഞ്ഞാൽ ഉറുവയാണ് അസൽ. ഉറുവത്ത് ഇബ്നു സുബൈർ, സുബൈറിന്റെ മകൻ. സുബൈർ ആരാണ്? സ്വർഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ 10 ഒരാളാണ് അല്ലെ? അയാളുടെ മകൻ ഉറുവയുടെ പേരിൽ ഒരു പട്ടണമുണ്ട് അല്ലെ? എവിടെ? ഇപ്പോഴുള്ളതായ ഇവിടുത്തെ ഇമാറ ഉണ്ടല്ലോ, ഗവർണർ ഇരിക്കുന്ന കെട്ടിടം. ആ കെട്ടിടം കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഭൂമി മുഴുവനും ഏകദേശം അബിയാർ വരെയുള്ള സ്ഥലത്തിന്റെ പേരാണ് എന്ത്? എറുവ. അത് ഉറുവയാണ് അസൽ. അത് ആ മഹാനേതൃത്വത്തിന്റെ നാടായിരുന്നു ആ സ്ഥലം. അദ്ദേഹത്തിന്റെ കോട്ട, അദ്ദേഹത്തിന്റെ കിണർ, അദ്ദേഹത്തിന്റെ പല അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ആ ഉറുവത്ത് സുബൈറിന് മഹാമാരകമായ രോഗം, കാലിന് പിടിപെട്ടു. ചിലപ്പോൾ ക്യാൻസർ പോലത്തെ രോഗമായിരിക്കാം. എന്നിട്ട് ഡോക്ടർമാരൊക്കെ തീരുമാനിച്ചു മുറിച്ചാലേ തീരൂ. പക്ഷേ പണ്ട് കാലഘട്ടങ്ങളിൽ മുറിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യാറുണ്ട്? ലഹരി ഉപയോഗിക്കാറുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ്. ലഹരി ഉപയോഗിച്ചാൽ, ലഹരിയിലൂടെ മസ്തായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുറിക്കുന്നത് അറിയുകയില്ല. പക്ഷേ മഹാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അല്ലാഹ് ഹറാമാക്കിയത് എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക തന്നെയില്ല. പക്ഷേ മുറിക്കാൻ പറ്റുന്ന സന്ദർഭം ഞാൻ പറഞ്ഞു തരാം, ആ സന്ദർഭത്തിൽ മുറിച്ചാൽ മതി കാലെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന കണ്ടാൽ മുറിച്ചോളീൻ. അങ്ങനെ മൂപ്പര് സുജൂദിൽ കിടക്കുമ്പോൾ മുറിച്ചതാണെന്നാണ്. അറിഞ്ഞില്ല. നമുക്ക് കൊലപ്പെടും. നമ്മുടെ നിഘണ്ടുവിൽ കയറൂല അത്. എന്തുകൊണ്ട്? നാം അവിടേക്ക് എത്താത്തത് കൊണ്ട്. നാം നമസ്കരിക്കുമ്പോൾ ആ ഭക്തിയോടുകൂടി നമസ്കരിച്ച് നമുക്ക് പ്രാക്ടീസ് ഇല്ല. നമസ്കരിക്കുമ്പോൾ കരഞ്ഞിട്ടോ, നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടോ, നമസ്കരിക്കുമ്പോൾ പരലോകം ഓർത്തിട്ടോ, നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ളതായ അങ്ങേയറ്റ സ്നേഹം സ്നേഹിച്ചിട്ടോ നമസ്കരിച്ച് നമുക്ക് പ്രാക്ടീസ് ഇല്ല. പക്ഷേ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് ആയിഷ പറയുന്നു, റസൂലുള്ളാഹി അബൂബക്കറിനെ ഇമാമത്ത് നിർത്തൂ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണുന്നു, ഞാൻ എന്തുകൊണ്ടാണ് അബൂബക്കറിനോട് പറയാത്തത്, എന്റെ ഉപ്പയോട് പറയാത്തത്? പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം അവർ പറയുകയാണ്, എന്റെ ഉപ്പ ഇമാമത്ത് നിൽക്കാൻ പറ്റുകയില്ല എനിക്ക് തോന്നി. എന്താ കാരണം? നമസ്കരിക്കാൻ നിന്നാ തന്നെ 3-ാമത്തെ സഫിലേക്ക് മൂപ്പരുടെ പൊട്ടിക്കരച്ചൽ കേൾക്കലാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ കരയാൻ തുടങ്ങും മൂപ്പര്. പിന്നെ ഇമാമത്ത് നിൽക്കാൻ മൂപ്പർക്ക് സാധിക്കൂല എന്നത് എന്റെ വാപ്പയെ കുറിച്ച് അറിയാമെന്ന്. അതാണ് 5-ാമത്തെ ഇനം. ഇത് ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തതോടുകൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അള്ളാഹിനോടുള്ള പ്രീതി, അള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ളതായ അങ്ങേയറ്റത്തെ അടുപ്പ്, അള്ളാഹു എന്ന് മാത്രമല്ല കൺകുളിർമ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എന്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. 5-ാമത്തെ ഇനം
അൽ വാബിലു സബി എന്ന ഗ്രന്ഥത്തിൽ മഹാനായ അൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ 5 ഇനങ്ങളാണ് നിങ്ങൾ ഈ കേട്ടത്. ഓരോരുത്തരും പരിശോധിക്കുക, ഏത് ഇനത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് തോന്നാണ് നമ്മളൊക്കെ 3ാമത്തെ ഇനത്തിൽ പെടാനാണ് സാധ്യത. 4ാമത്തെ ഇനത്തിൽ വരെ പെടാൻ നമ്മൾ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തിന് ഞാൻ അടക്കമുള്ള സാധ്യത കുറവാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യോഗ്യമായ നമസ്കാരം നമസ്കരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ.